മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷം, മണിക്കൂർ കാത്തിരുന്നൊന്നുമല്ല, ഇവർ വേറൊരു ഗെയിമോ കളിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട അവരുടെ അടുത്തുനിന്ന്. ടാസ്ക് വരുമ്പോൾ കളിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ജോർജ് ചേട്ടനും ജുനൈസും സാഗറും അഭിനയും കൂടെ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. പണി എന്ന ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് താരങ്ങൾ ആദ്യമായിട്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു, സാബു ചേട്ടൻ ഓൾറെഡി അഭിനയിക്കുന്ന ഒരാളാണ്, അഭിനേതാവാണ് ബിഗ് ബോസ് വരുന്നതിന് മുന്നേ. പക്ഷേ ഒരു പുതുമുഖമായിട്ട് സാഗറല്ല, ഞാൻ ജുനൈസിന്റെ കാര്യം കൂടി എടുത്തു പറയണേ, ബിഗ് ബോസ് നിന്ന് നേരിട്ട് പടത്തിലേക്ക് പോയി എന്നുള്ള ഇത് നമുക്ക് അതുകൊണ്ടൊരു നേട്ടമുണ്ടായി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതാണ് പണി എന്ന് പറഞ്ഞ മൂവിയിൽ സാഗറിനും ജുനൈസിനും കിട്ടിയ ഈ ഒരു അവസരം. അത് മാത്രമല്ല, അഭിനയനെയും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു കണ്ടിട്ട്. അഭിനയിക്ക് സംസാരിക്കാനും കേൾക്കാനും സംസാരിക്കാനും കഴിയത്തില്ല. 57 മൂവീസ് അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു പ്രചോദനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനും ഗെയിമിൻ്റെ കാര്യം ഇപ്പുറത്ത് പറയാം. അത് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ടാസ്ക് കൊടുത്താൽ മാത്രം കളിക്കും, അല്ലാണ്ട് അവരൊക്കെ ഇപ്പോൾ കൂട്ടുകാരാണ്. ലീവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്യാനാണ് പോകുന്നത്, പണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേട്ടോ. അപ്പോൾ 2 പേർ കേന്ദ്ര കഥാപാത്രങ്ങൾ, അതിൽ 2 പേരും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സത്യം പറഞ്ഞ. ആക്ടിവിറ്റി ഏരിയയിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ, ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്രയും ലേറ്റ് ആയത് വീഡിയോ. പിന്നെ വേറെ കണ്ടന്റോ വഴക്കോ കൂടെ ഒരു വഴക്കുണ്ടായിരുന്നത് പിന്നെ പറയാം ഞാൻ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് സാഗറും ജുനൈസും അകത്ത് കയറി. ആ ഒരു ആക്ടിവിറ്റി ഏരിയയിലാണ് അവരകത്ത് കയറി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കിടിലായിട്ട് കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങിയ പാടിന് സാഗർ പറഞ്ഞ ഒരു കോള് വന്നു, ജോർജ് ചേട്ടൻ്റെ ആയിരുന്നു. അങ്ങനെ ആ പടത്തിലേക്ക് നേരിട്ട് പോയി. ജുനൈസിൻ്റെ ഗ്രാൻഡ് ഫിനാലിൽ തന്നെ പൊക്കിക്കൊണ്ടുപോയി. അപ്പോൾ ജുനൈസിൻ്റെ ആ ഹെയർ കട്ടൊക്കെ നല്ല ഹെയർ കട്ടായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ പിന്നെയും സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇതിനകത്ത് നിന്നില്ലേ, ഫുൾ പറ്റയൊക്കെ വെട്ടിയിട്ട് ഒരു ഗുണ്ടാ ലുക്കിലൊക്കെ, ഉണ്ണിക്കുട്ടൻ ലുക്ക്, ആ ലുക്കിലേക്കൊക്കെ തിരിച്ച് കൊണ്ടുപോയി ജോർജ് ചേട്ടൻ. അപ്പോൾ എല്ലാവരും കിടിലനായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, ജുനൈസ് പറഞ്ഞു, അയ്യോ എനിക്ക് ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ കയറുമ്പോൾ പേടിയാണ്, ടെൻഷനാണ്, നെഞ്ചിടിക്കുന്നു. പിന്നെ വേറെ അതിഥികളുണ്ട്, അപ്പോൾ ജോർജ് ചേട്ടൻ വന്നിട്ടില്ല. അങ്ങനെ ജോർജ് ചേട്ടൻ വരുന്നു, അകത്തേക്ക് വരുന്നു, എല്ലാവരെയും പരിചയപ്പെടുന്നു. ജിൻഡോനെയൊക്കെ നേരത്തെ അറിയാം. ജിൻഡോ ജോജോനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്തിരി മടിയനൊക്കെയാണ്, അപ്പോഴും വന്ന് എനിക്കൊരു അവസരം എന്ന് പറഞ്ഞ് ജിൻഡോ ചോദിക്കും. ഇത് ഒരു 110 ഡേയ്സ് ഷൂട്ടുണ്ടായിരുന്നു ഈ മണി എന്ന് പറഞ്ഞ മൂവി. 110 ഡേയ്സ് ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ബിഗ് ബോസ് ജോജോട്ടൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പല കഥകളും വന്നു. അതിലൊരു ഇൻട്രസ്റ്റിംഗ് കഥയായിരുന്നു ഇത്. അപ്പോൾ വേണു സാറ് ക്യാമറാമാൻ പുള്ളിക്കാരനോട് സംസാരിച്ചായിരുന്നു. പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അഖിൽ ബിഗ് ബോസിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങി. അപ്പോഴാണ് ഈ 2 കഥാപാത്രങ്ങളെ അറിയാലോ, സാഗറും ജുനൈസും കോംബോ, ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേര്. ഞാൻ കണ്ടു ഒരുപാട് പേര് അതിനെ കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവർ സത്യം പറഞ്ഞാൽ ആ കളിയാക്കലെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവർ പോസിറ്റീവായിട്ട് ഒരു ഫിലിമിൽ വന്നു. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് സത്യം. ഇങ്ങനെയായിരിക്കണം വരേണ്ടത് അല്ലേ? അപ്പം സിനിമ എന്തായിരുന്നാലും നല്ലതാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായിരുന്നാലും അപ്പോൾ ആ ഒരു 2 ക്യാരക്ടേഴ്സിനെ ജോർജ് ചേട്ടൻ മനസ്സിലെടുത്തു. അങ്ങനെ ഗ്രാൻഡ് ഫിനാലെ കഴിയുന്നത് ജുനൈസിനെ പൊക്കിക്കൊണ്ട് പോയി. പിന്നെ 3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ സിനിമയിലേക്ക് ഒരു സർവൈവലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ആരംഭിച്ചു. അങ്ങനെ സർവൈവൽ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. ജിൻഡോ സിനിമയിൽ ഉണ്ടാവേണ്ടതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അഭിനേത്രിയെക്കുറിച്ച് പറയുന്ന അഭിനയ സംസാരിക്കത്തില്ല, കേൾക്കാനും സാധിക്കത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ അഭിനയനെ. 57 മൂവീസാണ് അഭിനയിച്ചത്. പുള്ളിക്കാരിയുടെ ഇൻ്റർപ്രറ്ററും കൂടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ബൊക്കെയൊക്കെ കൊടുത്ത് ബിഗ് ബോസ് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഇവരുടെ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, എല്ലാവരും കൂടി ചേർന്ന് അത് അനാവരണം ചെയ്യുകയാണ്. പിന്നെ ബിഗ് ബോസ് അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ കുറേ ചോദ്യങ്ങളുണ്ട്. തിരക്കിനിടയിൽ സിനിമ സംവിധാനം ചെയ്യാൻ എങ്ങനെ പറ്റി, അത് പറയുന്ന സർവൈവലിൻ്റെ ഭാഗമായിട്ടെന്നാണ് പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സീസൺ ആരെങ്കിലും എടുക്കുമെന്ന് ചോദിച്ചു ജാസ്മിൻ. നോക്കട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും രൂപങ്ങൾ എൻ്റെ കഥാപാത്രങ്ങൾ വെച്ച് സാമ്യം ചെയ്യുകയാണെങ്കിൽ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും വളരെ സന്തോഷം. അവരിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സാഗറും ജുനൈസും ജോർജ് ചേട്ടനും അഭിനയം കൂടെ വന്നിട്ട് അവിടെ നടത്തിയത്. പിന്നെ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 ഗ്രൂപ്പാണ് ഇപ്പോൾ വീട്ടിലായിരിക്കുന്നത്. ഇത് കഴിഞ്ഞു, ആ പ്രൊമോഷൻ കഴിഞ്ഞു.
അത് കഴിഞ്ഞ് എനിക്കൊരു ജൂലൈയിൽ പടം റിലീസാവും തോന്നുന്നു കേട്ടോ, ഏകദേശം ജൂലൈയിൽ റിലീസാവും. അപ്പോൾ എന്തായിരുന്നാലും അത് കഴിഞ്ഞ് നമുക്ക് ഗെയിമിലേക്ക് വരാം. 3 ഗ്രൂപ്പാണ് മെയിൻലി ഉള്ളത്. സായി, സിജോ, നന്ദന, ശ്രീതു, അർജുൻ, ജാസ്മിൻ, ജിൻഡോ, അഭിഷേക്, ഋഷി. നോറ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തത്തിക്കളിച്ച് നടക്കുകയാണ്. പാറിപ്പറന്നാണ് നോറ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ജാസ്മിൻ പറയുന്നു സായി പുറത്താകുമെന്ന്. നോറയും സിജുവും തമ്മിൽ ഒടുക്കാത്ത വഴക്കെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 16 ദിവസത്തെ കാര്യം പറഞ്ഞാണ് വഴക്ക്. എനിക്കാണെങ്കിൽ ചെറുതൊന്നും കിട്ടണമില്ല, ഓർമ്മയും വരുന്നില്ല. ഈ 16 ദിവസം സിജോയ്ക്ക് വേറെ കണ്ടന്റ് ഇല്ലേ ഞാൻ ചോദിക്കുന്നത്? അല്ലെങ്കിൽ പുതിയ തെറ്റ് ക്രിയേറ്റ് ചെയ്ത് എന്തിനാ സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സിജോയുടെ എല്ലാം കഴിഞ്ഞു എന്നുള്ളത് നോറയായിട്ട്. പിന്നെ എന്തിനാണ് ഇത് പൊക്കിക്കൊണ്ട് വരുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. 16 ദിവസം നടന്ന കഥകൾ പിന്നെയും പറഞ്ഞ് ഒരിക്കലും തീരത്തില്ല. പിന്നെ നോറയാണെങ്കിൽ ഒരിക്കലും സമ്മതിച്ചും കൊടുക്കത്തില്ല. പിന്നെ എന്തിനാണ് ഇത് പൊക്കിക്കൊണ്ട് വരുന്നത് ആവശ്യമില്ലാണ്ട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെറുതെ അനാവശ്യമായിട്ട് കിടന്ന് ഇങ്ങനെ അയ്യോ ഒന്നും ആണെങ്കിൽ പണ്ടത്തെ കാര്യമാണെങ്കിൽ ഓർമ്മയും വരുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുക. എന്തിനാ ഈ പഴയ കാര്യങ്ങൾ പറയുന്നത്? അതൊക്കെ എൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇപ്പോഴും പഴയ റോക്കിയുടെയും മറ്റേ എന്താണ് ക്രെഡിറ്റ് ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സത്യം പറഞ്ഞാൽ സിജോയാണ് ഇത് വലിച്ചുകൊണ്ട് പോണത്. സിജോയ്ക്ക് വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പിന്നെ ഇതിങ്ങനെ വേറെ ഒരു വിഷയമില്ല ചർച്ച ചെയ്യാൻ? എന്തൊക്കെ കാര്യങ്ങൾ അതിന് ശേഷം നടന്നു? അയ്യോ കണ്ട് 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 മതിയായി ഈ വിഷയം. അത് കഴിഞ്ഞ ശേഷം സത്യം എനിക്ക് എഴുതാൻ പോലും തോന്നിയില്ല. അത് കഴിഞ്ഞ് അർജുൻ ഇവിടെ ജിൻഡോയൊത്ത് കളിക്കുക. അതായത് ജിൻഡോ അർജുനോട് സമീപിച്ചു. അർജുൻ ഇത് ശ്രീധുവിനോട് പറഞ്ഞു, ജിൻഡോ ചേട്ടൻ നമ്മളോട് കളിക്കണം എന്ന് പറഞ്ഞു. ജിൻഡോ സത്യം പറഞ്ഞ് ഇവിടെ ഗ്രൂപ്പ് തപ്പി നടക്കുക. ജിൻഡോ അർജുൻ്റെ കൂടെ ഉണ്ട്, പിന്നെ കുറച്ച് അഭിഷേകിൻ്റെ കൂടെ ഉണ്ട്, അങ്ങനെ എല്ലാവരുടെ കൂടെ ഇങ്ങനെ പരതി നിൽക്കുക. ഇപ്പം ജിൻഡോ അർജുൻ്റെ ഷട്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നോറ അവിടെ ഭയങ്കര വഴക്കും ബഹളവും പീപ്പിൾസ് റൂമിൽ കേട്ടോ, ഒടുക്കത്തെ വഴക്കും ബഹളവും. പിന്നെ ഇവിടെ നന്ദന അഭിഷേകം പറയാണ് കോമ്പോ നന്നായി പോയിട്ട് നീ പറഞ്ഞത്, നീ നന്നായി നോമിനേറ്റ് ചെയ്തത്. കോമ്പോ നാടകം തന്നെ അല്ലേ ഈ ശ്രീതു അർജുനും നടത്തുന്നത്? സത്യമായിട്ട് ഞാനത് തുറന്നു പറഞ്ഞു. ജാസ്മിൻ ചേച്ചി ചോദിക്കുക എന്നോട്, നീ അല്ലേ അതെന്ന്. ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെ. എന്തേ പുറത്തു പോയി അന്വേഷിച്ച് നോക്ക്, ഇത് തന്നെയാണ് പുറത്ത് വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് എന്ന് ശ്രീതുവിനെയും അർജുനെയും കുറിച്ചിട്ട്. ശ്രീതു അർജുനും ഇത് തന്നെയാണ് ചർച്ച. എന്നാലും നമ്മളെക്കുറിച്ച് ഇത് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് അഭിഷേക് പറഞ്ഞു നന്നായി പോയി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം വേറെ ഒരു ചർച്ചയും ഇല്ല, ഒന്നുമില്ലടാ. ഭയങ്കര ഡ്രൈ. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഒടുക്കത്ത ബോറ്. എത്ര മണിക്കൂറായി ഒരു വീഡിയോ ഇട്ടിട്ട് വെറുതെ ഇടാൻ പറ്റുമോ? ഇങ്ങനെ ഒന്നുമില്ലാണ്ട് വെറുതെ ഉണ്ടാക്കിയിടാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഉണ്ടായാലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും അവർ പോയി. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് പോളിനകത്ത് ആര് പോകും എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോഴേ. നന്ദന ഉറപ്പിച്ചു, കുറേ പേര് നന്ദന പോകുന്ന പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് പറയുന്നത് നമ്മുടെ നോറ പോകുന്നു. ആര്? വീട്ടുകാർ നോറ പോകുന്നും പിന്നെ കുറച്ച് പേര് സായി പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രേക്ഷക വിധി അറിയത്തില്ല എനിക്ക്. ഞാനൊരു പോൾ ഇടാം, അപ്പോൾ അതിന് നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പോൾ വേറെ ഇനി അടുത്ത് ഈ വഴക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. എനിക്ക് കാണണ്ട വഴക്ക് കണ്ട് മതിയായി. നോറയുടെയും സിജോയുടെയും വഴക്ക്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അയ്യോ എനിക്കൊരു താല്പര്യമില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.